ബാലരാമപുരത്ത് ഇന്ന് 2 വയസ്സുകാരിയെ അതിക്രൂരമായി വലിച്ചെറിഞ്ഞ് കൊന്നൊരു ന്യൂസ് അറിഞ്ഞിട്ടില്ലായിരുന്നോ? അതെ, അതെ. അറിഞ്ഞായിരുന്നു. ആ ഒരു ന്യൂസ് കണ്ടപ്പോ എങ്ങനെയാണ് അതിനോടൊരു പ്രതികാരം എങ്ങനെയാണ് പ്രതികരിക്കാൻ തോന്നിയത്? ശരിക്കും ഒരു കണ്ടപ്പോൾ ഭയങ്കരധികം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ന്യൂസായിരുന്നു. അതും കുടുംബത്തിലെ ആരോ കൊലപ്പെടുത്തി എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ആ കുഞ്ഞു കുട്ടിയല്ലേ, 2 വയസ്സല്ലേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി എന്തായാലും പോയിട്ട് സ്വയം വീണതാവാനുള്ളൊരു ചാൻസ് ഞാൻ കാണുന്നില്ല. കൊലപാതകം തന്നെയാണ്. ഇത്തരത്തിൽ എങ്ങനെയാണ് ആ കുടുംബത്തിലുള്ളവർ ചിന്തിച്ചത്, അല്ലെങ്കിൽ കൊലപ്പെടുത്താനുള്ളൊരു മാനസിക സ്ഥിതിയിലേക്ക് എത്തിയത് എന്നത് ഭയങ്കരമായിട്ടുള്ളൊരു കാര്യമാണ്. ഭയങ്കര ഷോക്കിംഗ് ആയിപ്പോയി ആ ഒരു ന്യൂസ് കേട്ടപ്പോൾ തന്നെ. പേടിയാവുകയാണ് ഇങ്ങനെ. എന്ത് വിശ്വസിച്ചിട്ടാണല്ലേ ഒരു വീട്ടിലെ കുഞ്ഞു കുട്ടി 2 വയസ്സ് മാത്രം. അത് അമ്മാവനാണോ അമ്മയാണോ എന്നുള്ള കൺഫ്യൂഷൻ മാത്രമേ ഉള്ളൂ പോലീസിന്. ആ ഒരു നിഗമനത്തിലോട്ട് എത്തിയത് സ്വന്തം അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ എന്തായിരിക്കും ആ ഒരു മനോനില? അതെ. ഇപ്പം എനിക്ക് തോന്നുന്നു പല പല റീസൺസ് ഉണ്ടായിരിക്കും അവർക്ക്. ഇപ്പം തന്നെ പോലീസൊക്കെ പറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ മന്ത്രവാദമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ടല്ലോ. മേ ബി അതായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ കുടുംബ പ്രശ്നങ്ങൾ എന്തെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയുടെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇത് എന്തൊക്കെ ആയാലും അതൊന്നും ഒരു കൊലപാതകത്തിൽ ഒരു കുട്ടീനെ കൊല്ലാനുള്ളൊരു റീസൺ അല്ല. അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ വളരെ ശിക്ഷാർഹമായിട്ടുള്ളൊരു കാര്യമാണ്. വളരെ ഒരു നല്ലൊരു നിയമ നടപടി സ്വീകരിച്ച ആ കുറ്റവാളി ആരാണെന്ന് കണ്ടെത്തി അതിന് തക്കതായ ശിക്ഷ തന്നെ നൽകണമെന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ആ കുട്ടിയുടെ അമ്മാവൻ ഈ കേസ് ഏറ്റെടുക്കണ്ടായി, ഞാനാണ് കൊന്നത്, മറ്റാർക്കും ഇതിൽ പങ്കില്ല എന്ന്. അത് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റും? വിശ്വാസം എനിക്കും ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ കുട്ടി ഇപ്പം അമ്മാവിൻ്റെ അടുത്ത് എന്ത് തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്? അതൊന്നും വളരെ ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മൊഴിയായിട്ടൊന്നും തോന്നുന്നില്ല. മേ ബി അയാൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കാം. ഒന്നുകിൽ ആ അനിയത്തീനെ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ വേറെന്തോ അയാൾ മറച്ചു വെക്കുന്നുണ്ട്. അത് ശരിക്കുള്ള റീസൺ എന്താണെന്ന് പുറത്ത് വരട്ടെ. തക്കതായിട്ടൊരു ശിക്ഷ തന്നെ നൽകട്ടെ. ഇപ്പം നമുക്ക് ഗ്രീഷ്മയ്ക്കായാലും ഒരു വധശിക്ഷ കൊടുത്തുകൊണ്ട് നമ്മുടെ കോടതി ഒരു നല്ലൊരു ശിക്ഷയായിരുന്നു നടപ്പിലാക്കി. അതുപോലെ നല്ലൊരു നടപടി തന്നെ സ്വീകരിക്കട്ടെ. കേട്ടായിരുന്നു. എന്താണ് അതിനെ പറ്റിയിട്ടുള്ള താങ്കളുടെ ഒരു വീക്ഷണം? എന്താണ് അതിൽ നിന്ന് മനസ്സിലായത്? ഒരു 2 വയസ്സായുള്ളൊരു കുട്ടി മരിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കാരണങ്ങളും ഇതൊക്കെ നമ്മൾ ആദ്യമായിട്ട് എന്തായിരിക്കും എന്ന് ക്യൂരിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നത് അതായിരിക്കും. എന്തായിരുന്നു ആ കുട്ടി മരിക്കാനുള്ള കാരണം എന്നാണ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ദുരൂഹതകൾ നിറഞ്ഞൊരു കേസിലോട്ടാണ് നമ്മൾ ഈ ന്യൂസ് ഇപ്പോൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓരോ ദുരൂഹതകൾ ഇങ്ങനെ ചുരുളഴിയുന്നു എന്ന് പറയുന്നത് പോലെയാണ് ആ ന്യൂസിൻ്റെ പോക്ക്. ശരിക്കും പറഞ്ഞാൽ ആ കുട്ടിയുടെ അമ്മയാണോ അതോ അച്ഛനാണോ അമ്മാവനാണോ കൊന്നതെന്ന് ഇപ്പോഴും കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അമ്മാവൻ കേസിൽ ഇപ്പോൾ അമ്മാവൻ പറഞ്ഞു ഞാനാണ് അത് ചെയ്തത് എന്ന് അമ്മാവൻ സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ അതും ഒരിക്കലും നമുക്ക് വിശ്വസിക്കാൻ പറ്റാവുന്ന രീതിയിലല്ല. അതിനകത്ത് വേറെ എന്തൊക്കെയോ അവർ പ്ലാൻ ചെയ്തിട്ട് കൊന്നതാണ്, അല്ലെങ്കിൽ അമ്മയാണ് ഈ കൃത്യം ചെയ്തത്, അമ്മയെ സംരക്ഷിക്കാനാണ് അമ്മയുടെ അനിയനായ ഈ കുട്ടിയുടെ അമ്മാവൻ ഈ കേസ് ഏറ്റെടുത്തത് എന്നും നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. എന്താണ് അതിൻ്റെ ശരിക്കുള്ളൊരു അതിന് പുറകിൽ എന്താ സംഭവിച്ചതെന്നുള്ളത് ഇപ്പോഴും വ്യക്തമല്ല. പക്ഷേ ഇങ്ങനെ കുട്ടികളെ കൊല്ലുന്ന ഒരു പ്രവണത ഇതിപ്പോൾ ആദ്യത്തെ അല്ല അവസാനത്തെ അല്ല ഒരു അവസ്ഥയാണ്. ഇങ്ങനെ കുട്ടികളെ കൊല്ലുന്നതിനെ കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് തോന്നിയിട്ടുള്ളത്? കുട്ടികളെന്ന് പറയുന്നത് നമുക്ക് ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ പല ന്യൂസുകളും കേട്ടിട്ടുണ്ട്. കുട്ടികൾ ഫ്ലാറ്റിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വലിച്ചെറിഞ്ഞു കൊന്നു, അതുപോലെ ബീച്ചിൽ കുട്ടി ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി, അങ്ങനെ ഒരുപാട് ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു കുട്ടികളെ നമുക്ക് നോക്കാനുള്ളൊരു പ്രാപ്തി അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ജന്മം കൊടുക്കുന്നത്? ഓരോരുത്തരെ എത്രയോ ആഗ്രഹിച്ചിട്ടാണ് ഓരോരുത്തർക്ക് ഒരു കുട്ടി ഉണ്ടാവുന്നത്. പക്ഷേ അവിടെയൊക്കെ നോക്കുമ്പോൾ ഇവരൊക്കെ കുട്ടിയുടെ ജീവനൊരു വില നൽകാതെ ഇങ്ങനെയുള്ള ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ ആ കുട്ടി ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നമുക്ക് പിന്നെ അറിയാതെ കാൽതെറ്റി വീണതാണെന്ന് പോലും പറയാൻ പറ്റില്ല. കാരണം ഒരു കിണറ്റിലേക്ക് ഒരു കുട്ടി, ആ 2 വയസ്സുള്ള കുട്ടി എന്ന് പറയുമ്പോൾ എത്ര ചെറുതാണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. അത്രയും നിഷ്കളങ്കമായ ആ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റാണ് സംഭവിച്ചത് ഈ ഒരു കുറ്റത്തിലേക്ക് പോവാൻ? നമുക്ക് ഭയങ്കര സങ്കടം തോന്നും. നമ്മുടെ വീട്ടിലും ഇത്തരത്തിലുള്ള കുട്ടികളൊക്കെ ഉള്ളതാണ്. എങ്ങനെയാണ് ഈ സ്വന്തം അമ്മയ്ക്കും അല്ലെങ്കിൽ സ്വന്തം അച്ഛനും അമ്മാവനൊക്കെ ഇങ്ങനെ ഒരു ചിന്ത പോയത്, ഇങ്ങനെ ഒരു പ്രവൃത്തിയിലോട്ട് അവരെ നയിച്ചത് എന്നുള്ളത് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വളരെ സങ്കടം തോന്നി എനിക്ക് ന്യൂസ് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഇതിലെ പ്രതിയെ പിടികിട്ടുകയാണെങ്കിൽ അവർക്ക് എത്തരത്തിലുള്ള ശിക്ഷ നൽകണമെന്നാണ് ആഗ്രഹം? നമ്മുടെ ഈ ഒരു നിയമം അനുസരിച്ചിട്ട് അതിന് തക്കതായ ഒരു ശിക്ഷ ലഭിക്കണമെന്നാണ്. കാരണം ഒരു കുഞ്ഞിനെയാണ് കൊന്നിരിക്കുന്നത്. ഇതൊരു വൈരാഗ്യമോ അങ്ങനെ ഒന്നും ഇതിലെടുത്ത് പറയാൻ നമുക്ക് ഏതെങ്കിലും ഒരു പോസിബിലിറ്റി ഒന്നും എടുത്ത് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനായിട്ട് തക്കതായൊരു ശിക്ഷ തന്നെ ആരാണെങ്കിലും, അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ആ ഒരു കൺസിഡറേഷൻ ഒന്നും കൊടുക്കാതെ തന്നെ നല്ലൊരു ശിക്ഷ കൊടുക്കണം. കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ?
കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം.